പിള്ളേർക്ക് പേടിയാണ്. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അടിപൊളി. ഏത് കാട്ടിലായിരുന്നു? കാട്ടിലൊന്നുമല്ല, ഞാൻ പറഞ്ഞു ഏതോ കാട്ടിൽ പരിപാടി. ഞാൻ ബാംഗ്ലൂരാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഔട്ടർ കർണാടകയുടെ അവസാനം വില്ലേജ്. വൺ സൈഡ് യാത്ര മാത്രം ഒരു 4 മണിക്കൂർ ഉണ്ടായിരുന്നു. വലിയൊരു യാത്രയ്ക്ക് ശേഷം വന്നിരിക്കുക. വലിയൊരു യാത്രയ്ക്ക് ശേഷം അതെന്താ? ഫാമിന്റെ ഇടയിൽ കൂടെ. അത് പിന്നെ എങ്ങോട്ടൊക്കെ പോയി? അത് കോഴിക്കോടിന്റെ അടുത്തേക്ക് കോച്ചെന്തേ? കോച്ചെന്തേ? കോച്ച് വിജയ് വിജയ് കോച്ച്. കോച്ച് ഓ ചെയ്തോ? ആണോടാ? കോച്ച് ആര് തേർ? ഹലോ കോച്ച്. കോച്ച് ഹലോ കോച്ചുണ്ട് ചേച്ചി, അറിഞ്ഞില്ല. ഞാനോ? അമ്മ കിണ്ടിയാണല്ലോ. വെറുതെ ചുമ്മാ ഫേസ് ക്യാം വെച്ചൊക്കെ ആൾക്കാരെ ജഡ്ജ് ചെയ്യണം നിങ്ങള്. എന്തൊരു നാട്ടുകാർ ഇതൊക്കെ സത്യങ്ങൾ പറയുന്നു. ഹായ് കോച്ച്. எப்படி இருக்கீங்க? ഗുഡ് எப்படி இருக்கீங்க? நல்லா இருக்கேன். ഹായ് കോച്ചിനെ டேய் പേശി പതുക്കെ ഗയ്സ് എല്ലാവർക്കും സുഖമാണോ? 2 BHK 50,000 പേരുണ്ട് ഇവിടെ. സത്യമാണല്ലോ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇന്നൂടെ ലൈവ് കാണാൻ പറ്റുള്ളൂ. അതെ കഴിഞ്ഞു. വീട് കൊടുക്കുക. അതെ, വീട് കൊടുക്കുക. ഇന്നെന്തായാലും പറഞ്ഞു വിടും. എത്ര നാളായി? 50? 17 പേരുണ്ട് ഈ 2 BHK യിൽ നിന്ന്. ഒരു 51 സീറ്റർ ബസ് വരുന്നുണ്ട്. പോഡ്കാസ്റ്റ് ലൊക്കേഷൻ ഉണ്ട്. അതേതാ ചേച്ചി ബ്രാക്കിലെന്ന്? ഇത് നിന്റെ ബാബന്റെ ഭാര്യ. അതെ, സാബു. എന്റെ ഭാര്യയാണ് ആ ചേച്ചി. ഹലോ ഗായ്സ്. ചേച്ചി ഞാൻ 2 മണിക്കൂറത്തേക്ക് ഈ റൂം ഒന്ന് വാടകയ്ക്ക് എടുത്തതായിരുന്നു. ഉടമസ്ഥകൾ വന്നു. മുടിച്ചിരിച്ചു. അല്ല, അടുത്ത 3 ദിവസം ഈ ബാക്ക്ഗ്രൗണ്ടിൽ ലൈവ് വരാൻ പോണ ഞാനാ. അപ്പൊ എന്നെ നിങ്ങൾക്ക് എനിക്ക് ഹസ്ബൻഡ് ഇല്ല.